ൊക്കെ എങ്ങനെയാണ്, അതായത് പോസ്റ്റ് പോൾ അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ലീഗിന്റെ ഒരു പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ? വളരെ ശുഭാപ്തിവിശ്വാസത്തിലാണ് UDF ഉള്ളത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തന്നെ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ്. ഇപ്പോൾ വിവിധ ജില്ലകളിലെ ഒക്കെ തന്നെ കണക്കുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ലീഗിൻ്റെ കമ്മിറ്റികളൊക്കെ ജില്ലകളിൽ ചേർന്നു. പ്രത്യേകിച്ച് മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലം ലീഗ് മത്സരിക്കുന്ന അവിടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ചേർന്നിട്ട് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ കണക്കുകളൊക്കെ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടെ വിജയമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടെ നല്ല വിജയപ്രതീക്ഷയാണുള്ളത്. മുൻപുള്ള ആ ഭൂരിപക്ഷത്തോടെ തന്നെ അവിടെ വിജയിക്കാൻ പറ്റും. പൊന്നാനിയിലും മലപ്പുറത്തും അങ്ങനെയാണ്. പിന്നെ UDF നിലനിൽക്കുക എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് മത്സരിച്ചതെന്നുള്ള ആ ഒരു മനോഭാവത്തോടെയാണ് ഞങ്ങളെല്ലാം ഇലക്ഷനെ കൈകാര്യം ചെയ്തത്. അപ്പം അതിൻ്റെയൊക്കെ നല്ലൊരു വിജയം അവിടെ ഉണ്ടാക്കാൻ പറ്റും. സ്ഥാനാർത്ഥികൾക്കൊന്നും പറയാലോ. അവിടെ UDFും LDFും ആണ് മത്സരിച്ചത്. അത് UDF ആണ് പൊന്നാനിയിൽ സ്ഥിരം ജയിക്കാറുള്ളത്. തവണയും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. അടിയൊഴുക്കളൊന്നും സംഭവിച്ചിട്ടില്ല. ജനറൽ സെക്രട്ടറിയെ പറ്റിയിട്ട് സംസ്ഥാന നേതാവ് ഫൈസിമൊക്കെ ചില വിമർശനങ്ങൾ നിരന്തരമായിട്ട് വിമർശനങ്ങളായിരുന്നു. വിഷയം അഡ്രസ് ചെയ്യുന്നുണ്ടോ? ലീഗിൻ്റെ ആഭ്യന്തര കാര്യമല്ലേ, ലീഗല്ലേ തീരുമാനിക്കേണ്ടത്. ലീഗിൻ്റെ ഭാരവാഹികൾ ആരായിരിക്കണം എന്നൊക്കെ മുസ്ലിം ലീഗാണ് തീരുമാനിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ കൗൺസിലുണ്ട്, അതിൻ്റെ എക്സിക്യൂട്ടീവ് ഉണ്ട്, അവരൊക്കെയാണല്ലോ സമസ്തയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. സമസ്ത അങ്ങനെ പറയില്ല. നേതാക്കളാണ് പറയുന്നത്.